മോണ്ടിനഗ്രിൻ പ്രതിരോധ താരമായിട്ടുള്ള മിലോസ് ട്രിങ്കിച്ചിന്റെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തിന് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മിഖായൽ ടെഹ്റയുടെ കീഴിൽ മിലോസ് ട്രിങ്കിച്ചിന് തിളങ്ങാൻ പറ്റുമോ ഇല്ലയോ, എന്തൊക്കെയാണ് പുള്ളിയുടെ പോസിറ്റീവ്സ്, എന്തൊക്കെയാണ് പുള്ളിയുടെ ബലഹീനതകൾ എന്നതിനെ കുറിച്ചൊക്കെ ഫുട്ബോൾ അനലിസ്റ്റ് ആയിട്ടുള്ള പാബ്ലോ തയ്യാറാക്കിയ റിപ്പോർട്ട് ചുരണ്ടി ചെയ്യുന്ന സാധനമാണ്. സോ ഫോട്ടോ ക്രെഡിറ്റ് ഒക്കെ പാബ്ലോയ്ക്കാണ്. കഴിഞ്ഞ സീസണിലെ മിലോസ് ട്രിങ്കിച്ചിന്റെ പ്രകടനം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കഴിഞ്ഞ സീസണിൽ ആകെ 23 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിനകത്ത് 5 ക്ലീൻ ഷീറ്റ് ടീമിന് സ്വന്തമാക്കി കൊടുക്കാൻ മിലോസിന്റെ സേവനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ 2 ഗോളുകളും സ്കോർ ചെയ്യാൻ ഈ പ്രതിരോധ താരത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ മത്സരത്തിലും കുറഞ്ഞത് 1.34 ടാക്കിളുകൾ അദ്ദേഹം ഇൻവോൾവ് ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്റർസെപ്ഷൻ 1.03 ആണ്. അതുകൂടാതെ ക്ലിയറൻസ് പെർസെന്റേജ് വന്നിട്ട് 4.14 ആണ്. ഓരോ 90 മിനിറ്റിലും അദ്ദേഹം കുറഞ്ഞത് ഒരു ടാക്കിളും ഒരു ക്ലിയറൻസും ഒരു ടാക്കിളും ഒരു ഇന്റർസെപ്ഷനും 4 ക്ലിയറൻസുകളും സ്വന്തം പേരിൽ കുറിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഒരു 1.16 എന്ന അളവിൽ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. ഓരോ മത്സരത്തിലും അദ്ദേഹം ഓരോ ഗോൾ വീതം കൺസീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ബലഹീനതയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ISL കഴിഞ്ഞ സീസണിൽ കളിച്ച പ്രതിരോധ താരങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഏകദേശം 55% മാത്രമേ അദ്ദേഹം ഒരു സംഭവമൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മറ്റു ചില പ്രശ്നങ്ങൾ കൂടെ അനുഭവിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഗ്രൗണ്ട് ഡീലുകളിൽ അമ്പേ പരാജയമാണ് എന്നുള്ള സ്റ്റാറ്റുകൾ തെളിയിക്കുന്നു. പിന്നെ ഹൈപ്പർ സിറ്റുവേഷനിൽ ഡ്രിങ്കിച്ച് നന്നായിട്ട് പതറിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് ഓരോ മത്സരത്തിലും ചുരുങ്ങിയത് ഒരാളെങ്കിലും ട്രിബിൾ ചെയ്ത് കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് ബോൾ വിന്നിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഡീലുകളിൽ വെറും 38%. അതുകൊണ്ട് പ്രഷർ, എതിർ ടീമുകൾ ഇമ്മൻസ് പ്രഷർ ഇടുമ്പോൾ മിലോസ് പതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസണിൽ അങ്ങനെ മിലോസ് പതറിയിട്ടുണ്ട്. ഒരു ഹൈപ്പർ സ്റ്റാറ്റിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റാമിന, കോർഡിനേഷൻ ആൻഡ് ക്വിക്ക് ഡിഫൻസീവ് ട്രാൻസിഷൻ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മിലോസ് ട്രിങ്കിച്ചിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇത്തരത്തിലൊരു ഒപ്പണന്റ് വന്നു കഴിഞ്ഞാൽ മിലോസ് ട്രിങ്കിച്ചിന്റെ പണി പാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഹൈ പ്രസിംഗ് സിറ്റുവേഷനിൽ മിലോസ് ട്രിങ്കിച്ചിന്റെ കാലുകൾ വിറയ്ക്കുന്നത് നമുക്ക് കാണാം. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് ഏരിയൽ ബോളുകളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉയരം അദ്ദേഹത്തിന് വളരെ വലിയ സഹായമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏരിയൽ ഡ്യൂൽ വിൻ പെർസെന്റേജ് വന്നിട്ട് 73%. അതുപോലെ ക്ലിയറൻസ്, ഏരിയൽ ഡ്യൂലുകളുടെ ക്ലിയറൻസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിന്നിംഗ് പെർസെന്റേജ് 93%. ഹ്യൂമങ്കസ് ആണ്. അതായത് മുകളിലോട്ട് വരുന്ന സാധനങ്ങളെല്ലാം അണ്ണൻ പൊളി തന്നെയാണ്. ഇത് യൂസ് ചെയ്യാൻ കഴിയുന്നത് മിഖായൽ ടെഹ്റയ്ക്ക് വിജയിച്ചേക്കാം. പിന്നെ എന്തുകൊണ്ട് മിലോസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീ സീസൺ വീഡിയോകൾ അനലൈസ് ചെയ്യുമ്പോൾ പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ ടെഹ്റെ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ ബേസ്ഡ് അപ്രോച്ച് അതായത് പൊസഷൻ ബേസ് ചെയ്തിട്ട് പിന്നിൽ നിന്ന് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ഫിലോസഫിയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫിലോസഫി ആകുമ്പോൾ ഈ പ്രഷർ സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഫ്രം ബിഹൈൻഡ് ബൈ പൊസഷൻ എന്ന് പറയുന്ന ഒരു ശൈലി ഡ്രിങ്കിച്ചിന്റെ ബലഹീനതകളെ പരിഹരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ഒരു കൺക്ലൂഷൻ പറയാനാണെങ്കിൽ ടെഹ്റയുടെ സെറ്റപ്പ് ഡ്രിങ്കിച്ചിന്റെ ശക്തി ദൗർബല്യങ്ങളെ അനുസരിച്ചുള്ളതായതുകൊണ്ട് തന്നെ ഹൈ പ്രസിംഗ് സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് പൊസിഷൻ ബേസ്ഡ് ഏരിയൽ ക്ലിയറൻസിനൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നിരുന്നാൽ പോലും ടെഹ്റെ താരത്തിന് അദ്ദേഹത്തിന് പറ്റിയ സ്റ്റൈൽ യൂസ് ചെയ്താൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ പ്രസിംഗ് ഫുട്ബോൾ വന്നു കഴിഞ്ഞാൽ ഡ്രിങ്കിച്ച് തളരും എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്.